മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ മനുഷ്യന്റെ ഹിസാബിലേക്ക്, റെക്കോർഡിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ലോകമാണിത്. നമ്മൾ ചെയ്യുന്ന ബോധത്തോടുകൂടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ ഉത്തരവാദികളാണ്. അങ്ങനെ നന്മ തിന്മകളെ വേർതിരിക്കപ്പെടുന്ന ഒരു നാള് വിശുദ്ധമായ ഖുർആൻ പരാമർശിക്കുന്ന യൗമുൽ ഖിയാമ, അന്ത്യനാൾ, വിചാരണ നാൾ, ഡൂംസ്ഡേ അല്ലെങ്കിൽ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. അല്ലാഹു വിധി പറയുന്ന ഒരു ദിവസത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. നമുക്കിവിടെ മാത്രമല്ല, ഇത് കഴിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് പോകാനുണ്ട് എന്ന് നമ്മൾ ബോധ്യത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്. ഇവിടുത്തെ ഒരു കുറച്ച് സമയത്തേക്ക് അടിച്ചുപൊളിച്ച് തീർത്ത് എല്ലാം അവസാനിച്ച് എല്ലാം കെട്ടടങ്ങി മൂടി വെച്ച് പോകാൻ കഴിയും എന്നൊരിക്കലും ആരും വിചാരിക്കുന്നില്ല. നമ്മുടെ കർമ്മങ്ങൾക്ക് നമ്മൾ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നമ്മൾ കൊടുത്തതും തിന്നതും കുടിച്ചതും ഉപയോഗിച്ചതും ചെയ്തു വെച്ചതുമെല്ലാം അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടവരാ. അത് മാത്രമോ, നമ്മൾ നോക്കിയതും കേട്ടതും അടക്കം. അതുകൊണ്ട് തന്നെ ജീവിതം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ജീവിതം കളിച്ചു തീർക്കാനുള്ളതല്ല. ഇത് ഗൗരവമുള്ള അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് തിരിച്ചറിയണം. സമയം അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ പ്രാധാന്യമർഹിക്കുന്ന റബ്ബിന്റെ വലിയൊരു നിഅമത്ത് കൂടിയാണ് സമയം. സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ആയുസ് ഇവിടെ അവസാനിച്ച് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കർമ്മങ്ങൾ, അതിന്റെ ഫലം എന്ത് എന്നറിയാൻ പോകുന്നവരാണ്. അല്ലാഹുവേ, നാളെ നമ്മുടെ നന്മയുടെ തുലാസുകളെ നീ കനം തൂക്കി തരണമേ, നന്മ കൊണ്ട് കനം തൂക്കണേ പടച്ചവനെ. നാളെ സിറാത്ത് എന്ന പാലം കടക്കേണ്ടവരാണ് നമ്മൾ. അല്ലാഹുവേ, അത് മിന്നൽ പിണർ പോലെ കടക്കുന്ന ഭാഗ്യം നൽകണമേ. നാളെ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. فمن ثقلت موازينه فأولئك هم المفلحون. ആരുടെ നന്മയുടെ തുലാസാണോ നന്മ കൊണ്ട് ഭാരം തൂങ്ങുന്നത്, അവര് വിജയിച്ചവരാണ്. ومن خفت موازينه, ആരുടെ നന്മയുടെ തുലാസാണോ കനം കുറഞ്ഞു പോകുന്നത്, فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. നന്മയുടെ തുലാസ് കനം കുറഞ്ഞു പോകുന്നവർ അവരെല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കും. വാവിട്ട് കരഞ്ഞിട്ട് പോലും അവിടെ രക്ഷപ്പെടുക സാധ്യമല്ല. നന്മ ഒരണുമണി തൂക്കം അവിടെ കൂട്ടുകയും സാധ്യമല്ല. തിന്മകളെ എടുത്തു കളയുകയും സാധ്യമല്ല. കാരണം എന്തേ? ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവര് നിഷേധിച്ചവരായിരുന്നു. എന്താണ് ഈ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരമടക്കം, ഈ പുൽ തരികളടക്കം, മൺതരികളടക്കം, ചെടികളും സസ്യലതാദികളും, നമ്മൾ അനുഭവിക്കുന്ന ഈ വായുവും, ആകാശത്തേക്ക് നോക്കിയാൽ കാണുന്ന നക്ഷത്രങ്ങളും, ഭൂമിയുടെ ഇരുട്ടും വെളിച്ചവും, അതിസൂക്ഷ്മമായ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ജീവകങ്ങളും ജീവകണങ്ങളും ജീവജാലങ്ങളും എല്ലാം അടങ്ങുന്ന ഈ മഹാപ്രപഞ്ചം അല്ലാഹു റബ്ബുൽ ആലമീന, ലോകങ്ങളുടെ രക്ഷിതാവാണ് അല്ലാഹു, ലോർഡ് ഓഫ് ദ വേൾഡ്സ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ വിചാരിച്ചു മുമ്പൊക്കെ ഒരു ലോകമേ ഉള്ളൂ എന്ന്. എന്നാൽ ഒരുപാട് ലോകങ്ങൾ കൂടിയ ഒരു ലോകമാണ് നമ്മുടെ ലോകം. മൾട്ടിവേഴ്സ് എന്നൊക്കെ പറയും. യൂണിവേഴ്സ് അല്ല, ഇത് മൾട്ടിവേഴ്സ്. ജീവജാലങ്ങളുടെ ഒരു ലോകം. അതിൽ തന്നെ റെപ്റ്റൈലുകൾ ഒരു ഭാഗത്ത്, കാറ്റിൽസ് ഒരു ഭാഗത്ത്, ബേർഡ്സുകൾ ഒരു ഭാഗത്ത്, മറൈൻ സ്പീഷീസ് വേറൊരു ഭാഗത്ത്. ഇങ്ങനെ ജന്തുജാലങ്ങളുടെ ലോകങ്ങൾ. സസ്യങ്ങളിലേക്ക് കടന്നാൽ സസ്യങ്ങളുടെ ലോകങ്ങൾ, ചെടികളും പൂക്കളും മരുന്നുകളും വിഭവങ്ങളും ഔഷധങ്ങളും ഒക്കെയായി കിടക്കുന്ന
അള്ളാഹുവിന്റെ ലോകം വലിയ വിശാലമാണ്. ഈ സംഭവങ്ങളൊക്കെ ഇതെല്ലാം ഒരു സൃഷ്ടാവായ പടച്ചതമ്പുരാൻ ഉണ്ടാക്കിയതാണ് എന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നിടത്താണ് അവന്റെ ജീവിതം വിജയിക്കുന്നത്, എന്തിന് ജീവിക്കുന്നു എന്നതിന് അർത്ഥം കാണുന്നത്. ഒരു സൃഷ്ടിയെ നോക്കിയിട്ട് മാഷാ അല്ലാഹ് ഹാദാ ഖൽഖുല്ലാഹ് അറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, പടച്ചവന്റെ സൃഷ്ടിപ്പാണ് എന്ന് അംഗീകരിക്കാൻ കഴിയുന്ന വിധം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് സൃഷ്ടാവിനെ കുറിച്ചുള്ള വിശ്വാസം കയറണം. അതില്ലാത്തവരാണ് നാളെ പരാജയപ്പെടുന്നത് എന്നാണ് ഖുർആനി പറയുന്നത്. فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. അതുകൊണ്ട് നമ്മുടെ ബാധ്യതകളിൽ ഏറ്റവും ആദ്യത്തെ ബാധ്യത അല്ലാഹുവിനെ തിരിച്ചറിയലാണ്, അല്ലാഹുവിനെ മനസ്സിലാക്കലാണ്. نسألك بأنك أنت الله لا إله إلا أنت وحدك لا شريك لك الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ഒരു സ്വഹാബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈയുയർത്തി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അസ്അലുക അല്ലാഹുമ്മ ബിഅന്നക അൻതല്ലാഹ്, പരമേശ്വരനും സർവാധിപനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അധികാരിയുമായ റബ്ബേ, നിന്റെ പേരാണ്, നിന്റെ അലമാണ്, അലമുൽ അലാമായ നിന്റെ ഇസ്മാണ് അല്ലാഹ്. بأنك أنت الله لا إله إلا أنت وحدك, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ നീ തന്നെ റബ്ബേ, നീ ഒരേ ഒരുത്തനാണ്. ലാ ശരീക ലക്, നിന്റെ കൂടെ സഹായികളായി അധികാരത്തിൽ പങ്കുകാരാരുമേ ഇല്ല. അൽ ഫറദുസ് സമദ്, നീ ഏകനാണ്, നീ സമദാണ്, സെൽഫ് ഇറ്റേണൽ, എല്ലാവരും ആശ്രയിക്കുന്നവൻ, എന്നാൽ എല്ലാവരെയും സംരക്ഷിക്കുന്നവൻ, എന്നാൽ ആരുടെയും സംരക്ഷണമോ ആരുടെയും സഹായമോ ആവശ്യമില്ലാത്തവൻ, സെൽഫ് ഇറ്റേണൽ. നീ സ്വമദാണ് റബ്ബേ, ലം യലിദ് വലം യൂലദ്, നീ ജനിച്ചവനല്ല, ആരുടെയും മകനായോ പുത്രനായോ പുത്രിയായോ ജനിച്ചവനല്ല. വലം യൂലദ് ലം യലിദ്, നീ ആരാൾക്കും ജന്മം കൊടുത്തിട്ടില്ല, നീ സൃഷ്ടിച്ചവനാണ്. ലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവേ, നിന്റെ ഏകത്വത്തിലും നിന്റെ കഴിവിലും നിന്റെ അധികാരത്തിലും നിന്റെ എല്ലാ തരത്തിലുമുള്ള നിയന്ത്രണത്തിലും തുല്യതയുള്ള, നിന്നോട് കൂടെ നിൽക്കാൻ കഴിയുന്ന സാമ്യതയുള്ള ഒന്നുമേ ഒരാളുമേ ഒരു വസ്തുവേ ഈ പ്രപഞ്ചത്തിലോ അതിനപ്പുറത്തോ ഇല്ല റബ്ബേ എന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് ഈ സ്വഹാബിയുടെ പ്രാർത്ഥനയെ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ ആയിരക്കണക്കിന് മലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ദഅല്ലാഹ ബിസ്മിഹിൽ അഅലം അല്ലദീ ഇൻ ദുഇയ ബിഹി അജാബ്. അല്ലാഹുവിന്റെ ഇസ്മുൽ അഅലം എന്ന് പറയുന്ന ആ ഒരു ഇസ്മു കൊണ്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് അല്ലാഹു ഉത്തരം നൽകിയിരിക്കും, ഉറപ്പാണ്. അങ്ങനത്തെ ഒരു മഹത്തരമായ നാമമാണ് അല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ബോധ്യമായിരിക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹ്, നമ്മുടെ ഷഹാദത്തിന്റെ രണ്ടാമത്തെ പാതിയാണത് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലാണ്. പടച്ചതമ്പുരാൻ സൃഷ്ടാവായ അല്ലാഹു എന്താണോ മനുഷ്യലോകത്തോട് സംവദിക്കാനും അവരോട് സംസാരിക്കാനും തീരുമാനിച്ചത്, ആ വിവരം മാലാഖമാർ മുഖേന
മാത്രമേ അല്ലാഹു മനുഷ്യരിലേക്ക് മാലാഖമാർ പ്രവാചകന്മാരിലേക്ക്, പ്രവാചകന്മാർ മനുഷ്യരിലേക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്മാർക്ക് അത് അറിയിച്ചു കൊടുക്കുന്നു, പ്രവാചകന്മാർ അത് ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വന്ന 1,24,000 പ്രവാചകരിൽ അന്തിമ പ്രവാചകരാണ് നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരുടെ പേരിലുള്ള സ്വലാത്തിന്റെ മജ്ലിസിന്റെ ഒരു വാർഷികമാണ്, 10ാം വാർഷികമാണ് നമ്മളിവിടെ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വലാത്ത് എന്ന് പറയുന്നത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്റെ നബിയും നിന്റെ റസൂലും നിന്റെ അബ്ദും നിന്റെ ദാസരുമായ ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹുവേ നിന്റെ കരുണയും രക്ഷയും നീ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് ഒരു വിശ്വാസി അല്ലാഹുവിനോട് ഹബീബായ തങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്ന പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയോ നമ്മൾ തങ്ങളോട് കാണിക്കുന്ന ശുക്ർ, അവിടത്തോട് കാണിക്കുന്ന നന്ദിയാണ്. എന്തിന്? നമ്മുടെ ജീവിതത്തിന് അർത്ഥം തന്നതിന്, ഈമാൻ നമുക്ക് ലഭിച്ചതിന്, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കി തന്നതിന്, വിശുദ്ധ ഖുർആൻ എന്ന സർവമാന ജ്ഞാനീയങ്ങളുടെയും വിശ്വവിജ്ഞാന കോശങ്ങളുടെയും എല്ലാം അപ്പുറത്ത് മനുഷ്യനൊരിക്കലും വായിച്ചോ പഠിച്ചോ തീർക്കാൻ കഴിയാത്ത ആഴമേറിയ അറിവുകളുടെ ഒരു മഹാലോകത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതിന്, ഇതിനൊക്കെ അല്ലാഹുവിനോട് നമുക്ക് നന്ദി പറയണം. അത് നമ്മുടെ ഹബീബിനോട് കരുണ ചൊരിയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മളും പുണ്യനിബിതങ്ങളും തമ്മിൽ ഒരു ആത്മീയ ബന്ധം അല്ലാഹു രൂപപ്പെടുത്തുകയാണ്. ആ ആത്മീയ ബന്ധമാണ് നമ്മളും റസൂലും തമ്മിൽ കിട്ടുന്ന, നമ്മുടെ റൂഹമായി നിൽക്കുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം ലഭിച്ചവർക്ക് പുണ്യനിബിതങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ആ പ്രകാശമുള്ളവർക്ക് പുണ്യനബിയെ ഉൾക്കൊള്ളാൻ കഴിയും. തങ്ങളുടെ കാലത്ത് ജീവിച്ച അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്. വല്ല ഫലമുണ്ടായോ? അവർക്ക് എന്ത് സംഭവിച്ചു? ബദറിൽ കൊല്ലപ്പെട്ടു പോയി അവര് പുണ്യനബി തങ്ങളെ ഒരുപാട് എതിർത്തു, ഹബീബിനെ ഒരുപാട് വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു, ശാരീരികമായും മാനസികമായും. അവര് മക്കക്കാരല്ലേ, നബിയെ കണ്ടിട്ടില്ലേ? പ്രവാചകരെ കണ്ടിട്ട് വല്ല ഫലമുണ്ടായോ? അവർക്ക് ഫലമുണ്ടായില്ല. എന്തേ? ഈ പുണ്യ നബിയെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ആ പ്രകാശം അവർക്ക് ലഭിക്കാതെ പോയി. എന്നാൽ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു, പാവങ്ങളായ സ്വഹാബിമാർ, മഹദിയായ സുമയ്യ ബിൻത് ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ, യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമ. ഇങ്ങനെ നമ്മൾ ഒന്ന് എണ്ണി നോക്കിയാൽ പാവങ്ങളിൽ പാവങ്ങളായ അന്നത്തെ ഖുറൈശി പ്രമാണിമാർ 5 പൈസയുടെ വില പോലും കൊടുത്തിട്ടില്ലാതിരുന്ന പാവങ്ങൾ, അവരെ പുണ്യനബിയെ തിരിച്ചറിഞ്ഞു. അവർക്ക് ആ പ്രകാശം ലഭിച്ചു. ആ പ്രകാശം കൊണ്ടവർ ലോകത്തിന് വെളിച്ചം നൽകി. ആ വെളിച്ചത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഇത്തിരി തെളി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകാശം അവർക്ക് ലഭിക്കാൻ കാരണം പുണ്യനബിയെ അവർ ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മുടെ ദൗത്യങ്ങളിൽ രണ്ടാമത്തെ ദൗത്യം പുണ്യനബിയെ ബോധിക്കലാണ്. ഒന്ന് അല്ലാഹുവിനെ മനസ്സിലാക്കലാണ്, അത് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കലും കൂടെയാണ്. 2 പുണ്യനിബിതങ്ങളെ മനസ്സിലാക്കലാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ബോധിക്കാൻ സാധിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന ഹബീബിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയം കൊണ്ട്, ഖൽബ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലും തൗഹീദിലും അല്ലാഹുവിന്റെ സിഫാത്തുകളിലും ഇസ്മുകളിലും നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മഹലായ ഫദല് കൊണ്ട് ഒരുപക്ഷേ പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാണെങ്കിൽ പോലും അവർ സ്വർഗത്തിൽ എത്തിയിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ അല്ലാഹു സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളോട്, നമ്മുടെ യുവജനങ്ങളോട്, ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥിനികളോട് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകണം. പുണ്യനിബിതങ്ങളുടെ ബയോഗ്രഫി, അവിടുത്തെ ലൈഫ് അച്ചീവ്മെന്റ്സ്,
ഹബീബായ നബി തങ്ങൾ ആരായിരുന്നു, പുണ്യ നബി തങ്ങളെ കുറിച്ചുള്ള വളരെ ഗഹനമായ പഠനങ്ങൾ, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ അവസരമുണ്ടാവണം. അപ്പോഴാണ് ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട്, മെഡിസിനും എഞ്ചിനീയറിംഗിനും ബിസിനസ്സിനും ഒക്കെ നമ്മുടെ മക്കൾ പോയി പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, പൈലറ്റുമാരാകുന്നുണ്ട്, വലിയ വലിയ പ്രൊഫഷണൽസ് നമ്മുടെ മക്കളിൽ സയന്റിസ്റ്റുകൾ വരുന്നുണ്ട്. അതോടൊപ്പം ആ പഠനത്തിലൂടെ ജീവിതത്തിന്റെ ലക്ഷ്യമായ അള്ളാഹുവിനെ മനസ്സിലാക്കാനും സൃഷ്ടാവായ പടച്ചതമ്പുരാനെ പാടി പുകഴ്ത്താനും അനുസരിക്കാനും ആരാധന ചെയ്യാനുമുള്ള നമ്മോട് പടച്ചവനേൽപ്പിച്ച ദൗത്യ നിർവഹണത്തിനു കൂടെ നമ്മുടെ മക്കളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമേ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംവിധാനിച്ച ഒരു വലിയ ഉമ്മത്താണ് നമ്മുടെ ഉമ്മത്ത്, ഹബീബിന്റെ ഉമ്മത്താണ് നമ്മൾ. പുണ്യനബി തങ്ങൾ അറഫയിൽ 1,23,000 സ്വഹാബികളെ അവിടുന്ന് അഭിസംബോധന ചെയ്യുകയാണ്. അവിടുന്ന് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും അലൈക്കും ഹറാം കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശഹരികും ഹാദാ. മനുഷ്യരുടെ പവിത്രതയാണ് വിശുദ്ധ ഇസ്ലാം ഉയർത്തിക്കാണിച്ചത്. 23 വർഷക്കാലം മൃഗത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിന് വഴി കാണിച്ചു കൊടുത്തൊരു കാലം. 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന 6th സെഞ്ചുറി, ചരിത്രത്തിൽ തന്നെ ഒരു ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞ ഒരു കാലഘട്ടത്തെ ഗോൾഡൻ ഏജായി ട്രാൻസ്ഫോം ചെയ്ത പുണ്യനബി തങ്ങളുടെ പരിശ്രമങ്ങളുടെ അവസാന ഭാഗം. അവിടുന്ന് ലോകത്തോട് വിട പറയാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ, ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദ ആമി ഹാദാ. ഈ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലത്ത് വെച്ച് ഒരിക്കലൂടെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണമേ. ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈക്കും. നിങ്ങൾ ഓരോരുത്തരുടെയും രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത് എല്ലാം പരസ്പരം പവിത്രമാണ്. ഒരാൾക്ക് മറ്റൊരാളിൻ്റേത് അയാളുടെ പൊരുത്തമില്ലാതെ എടുക്കലോ അതിൽ കൈകടത്തലോ ഹറാമാണ്. കഹുർമതി യൗമികും ഹാദാ. ഈ പെരുന്നാൾ ദിവസത്തിന്റെ പവിത്രത പോലെ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ പവിത്രത പോലെ, അറഫ നാളിന്റെ പവിത്രത പോലെ, ഫീ ബലദികും ഹാദാ, അല്ലാഹു പവിത്രമാണെന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധമായ മക്കയുടെ ഹറമിന്റെ പവിത്രത പോലെ, ഫീ ബലദികും ഹാദാ, മക്ക എന്ന നാടിന്റെ പവിത്രത പോലെ, ദിവസത്തിന്റെ പവിത്രത പോലെ, മാസം ദുൽഹിജ്ജയാണ് അതിന്റെ പവിത്രത പോലെ, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ അഭിമാനം, നിങ്ങളുടെ സ്വത്വവും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് നശിപ്പിക്കുവാനോ ഒരാളുടെ അഭിമാനത്തിന് പോറലേൽക്കുന്ന വിധം ഒരു വാഗ്പ്രയോഗം നടത്താൻ പോലുമോ അല്ലാഹു നിങ്ങളാർക്കും അധികാരം തന്നിട്ടില്ല, അവകാശം തന്നിട്ടില്ല. നിങ്ങളുടെ സമ്പത്തിൽ ഒന്നുപോലും അന്യായമായി കൈകടത്താനോ എടുക്കാനോ ഒരാൾക്കും അല്ലാഹു അധികാരമോ അവകാശമോ നൽകിയിട്ടില്ല. എല്ലാം പവിത്രമാണ്. മനുഷ്യനെ പവിത്രനായി പ്രഖ്യാപിച്ചു പുണ്യനബി. അവിടുന്ന് പറഞ്ഞു, കുല്ലുകും മിൻ ആദം. മനുഷ്യർ, ചില ആളുകൾ ചിലരെക്കാൾ മീതയാണ് എന്ന് വിചാരിച്ചിരുന്ന കാലമായിരുന്നു അത്. ഖുറൈശികൾ തമീമികളെക്കാൾ മീതയാണ്, ഷാമികൾ ഹലബികളെക്കാൾ മീതയാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലത്ത് ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ,
ഒരു അറബി ഭാഷ സംസാരിക്കുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അയാളെക്കാൾ അറബിക്ക് പവിത്രതയുണ്ടെന്ന് ചിന്തിക്കരുത്. വലാലി അജമീൻ അലാ അറബിയിൻ, സ്ഫുടമായി ഫ്രഞ്ചോ ജർമ്മനോ ഇംഗ്ലീഷോ മറ്റു ഭാഷകളോ സംസാരിക്കുന്നത് കൊണ്ട് അറബി താഴെയാണെന്ന് വിചാരിക്കണ്ട. എല്ലാ മനുഷ്യരും അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ്, ഒരു ചീർപ്പിന്റെ പല്ല് പോലെ ഒരുപോലെയാണ്. നിങ്ങളിൽ ഒരാളെ മറ്റാളെക്കാളും വ്യത്യസ്തനാക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി എത്രയുണ്ടോ അത് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പവിത്രത ഉയർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ തൊലി നിറം അവിടെ പ്രശ്നമല്ല. നിങ്ങളുടെ പാസ്പോർട്ടോ നാഷണാലിറ്റിയോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ എത്നിസിറ്റിയോ കുടുംബമോ തറവാടോ നാടോ ഇതൊന്നും അവിടെ പ്രശ്നമല്ല. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ആരാണോ ഹൃദയ വിശുദ്ധിയുള്ളത്, ആരാണോ ജീവിതത്തിൽ അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി നിർവഹിക്കുന്നത്, ആരാണോ തഖ്വ എന്ന പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ബോധ്യമെന്നോ അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയോടുകൂടെയുള്ള ഭയപ്പാടെന്നോ പറയുന്ന ആ തഖ്വ എന്ന സ്വത്വം ആർക്കുണ്ടോ അവരാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഉന്നത സ്ഥാനീയരായ ആളുകൾ. എന്നിട്ട് പറഞ്ഞു, കുല്ലുകും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദം നബിയുടെ മക്കളാണ്, ഹവ്വാ ബീവി എന്ന ഉമ്മയുടെ മക്കളാണ്. വ ആദമു മിൻ തുറാബ്, ആദം നബിയാണെങ്കിലോ മണ്ണിൽ നിന്നാണ് അല്ലാഹു ആദം നബിയെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങളെല്ലാം മണ്ണിൽ നിന്ന് ജനിച്ചവർ, മണ്ണിലേക്ക് തിരിച്ചു പോകേണ്ടവർ. അതുകൊണ്ട് മണ്ണിനോളം നിങ്ങൾ വിനയവും താഴ്മയും കാണിക്കണേ എന്ന് അറഫ കുന്നിന്റെ മുകളിൽ ജബലുർ റഹ്മയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ ഗുരു നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ദൗത്യ നിർവഹണത്തിന്റെ അവസാന കാലഘട്ടം വലിയൊരു സമൂഹം, ഒരുപക്ഷെ അറബ് ലോകം, അറബ് ചരിത്രത്തിൽ അറേബ്യയിൽ അത്രമേൽ ഒരു ഒത്തുകൂടൽ അതിന് മുമ്പ് സംഭവിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ഗാദറിംഗിലാണ് ഹബീബായ നബി തങ്ങൾ അവിടുത്തെ സ്വഹാബികളെ സാക്ഷിയാക്കി വിഷയങ്ങളൊക്കെ പറയുന്നത്. കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ്. അതുകൊണ്ട് മനുഷ്യന്റെ അഭിമാനം നിങ്ങൾ ആരും നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എഴുത്തുകൊണ്ടോ കമന്റ് കൊണ്ടോ നിങ്ങൾ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പദപ്രയോഗങ്ങൾ ചെയ്യരുത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا ولا تقف ما ليس لك به علم. നമുക്ക് അറിവ് നൽകപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കരുതേ. നമുക്കറിയാത്ത വിഷയങ്ങളെ എവിടെന്നോ കേട്ടത്, ആരാ പറഞ്ഞത്, എന്താണ് അതിന്റെ സോഴ്സുകള്, ഇതൊന്നും അറിയാതെ ആരോ അങ്ങനെ കേട്ടു, അങ്ങനെ പറയുന്നു, അങ്ങനെ ആണുപോൽ, ഇതൊന്നും പറയാൻ ഒരു മുസ്ലിമിന് പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. എന്തുകൊണ്ട്? ഇന്ന സമഅ, തീർച്ചയായും നിങ്ങളുടെ കേൾവി, വൽ ബസ്വറ, നിങ്ങളുടെ കാഴ്ചയും, വൽ ഫുആദ്, നിങ്ങളുടെ ചിന്തകളും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതിനെക്കുറിച്ചെല്ലാം അല്ലാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നവരാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. മലക്കുകളോട് അല്ലാഹു പറയും, മനുഷ്യരെ മുഴുവനും അവിടെ നിർത്തേണമേ, ഞാൻ അവരോട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ടതും കേട്ടതും ചിന്തിച്ചത് എന്ന് പറയുമ്പോഴേ ആയത്തിനൊരു വ്യാഖ്യാനം കൂടെയുണ്ട്. നമ്മൾ അറിയാതെ മനസ്സിലേക്ക് വന്നുപോകുന്ന ചിന്തകളെ കുറിച്ചല്ല ആ പറയുന്നത്. കരുതിക്കൂട്ടി മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന ചില തീരുമാനങ്ങൾ അല്ലാഹു അനുവദിച്ചിട്ടില്ല. ആ അനുവദിച്ചിട്ടില്ലാത്ത ഒരു തിന്മയെ മനസ്സിൽ താലോലിച്ചു കൊണ്ടു നടക്കുന്നത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണ്. അതുവരെ നാളെ അല്ലാഹു നമ്മളോട് ചോദ്യം ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഈ മഹത്വത്തെ നമ്മൾ ഉൾക്കൊള്ളുക.
ഒരു ജനാസ കടന്നു പോകുന്നു ഹബീബിന്റെ മുമ്പിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനാസ ഒരു ജൂതന്റേതായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വഹാബികളൊക്കെ തങ്ങളോട് തങ്ങൾ എണീറ്റ് നിൽക്കുമ്പോൾ പറഞ്ഞു, തങ്ങളോട് നബിയെ, അതൊരു ജൂതന്റെ ജനാസയാ നബിയെ, ഒരു മുസ്ലിമിന്റേതല്ല എന്ന് പറഞ്ഞു. തങ്ങളുടെ മറുപടി വലാകിന്നഹാ നഫ്സുൻ മൻഫൂസ, അല്ലാഹു റൂഹൂദിയ ഒരു ശരീരമല്ലയോ അത്. അതുകൊണ്ട് നാം അതിനെ ആദരിക്കണം. പടച്ചതമ്പുരാൻ റൂഹൂദി കൊടുത്ത ഒരു ശരീരമല്ലയോ ആ ജനാസ, ആയിരുന്നില്ലയോ, മരിച്ചുപോയി. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണത്. മനുഷ്യനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊരു തലത്തിലേക്ക് മനുഷ്യൻ അർഹതപ്പെട്ടത് മുഴുവൻ, മനുഷ്യന്റെ സ്വത്വവും അഭിമാനവും ഇസ്സത്തും ഇഫ്ഫത്തും മനുഷ്യന്റെ ഇർളും എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപന പ്രഭാഷണം, ഹജ്ജത്തുൽ വിദാഇന്റെ അന്ത്യപ്രഭാഷണത്തിന്റെ ഒരു ശകലം നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾ ഒന്ന് നിങ്ങളൊന്ന് ഇതിനെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. The farewell speech, the farewell sermon of Prophet Muhammad sallallahu alaihi wasallam. പുണ്യനബി തങ്ങളുടെ അന്ത്യപ്രഭാഷണം എന്തായിരുന്നു, അവിടുത്തെ ഫെയർവെൽ സ്പീച്ച് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒതന്റിക് രേഖകളിലൂടെ അത് വായിച്ചെടുക്കാൻ കഴിയും. വളരെ മനോഹരമാണ്. അത് ലോകത്തോടുള്ള അവിടുത്തെ അവസാനത്തെ യാത്ര ചോദിക്കലായിരുന്നു. അവിടുന്ന് ലോകത്തോട് ഉണർത്തുകയായിരുന്നു, ഞാൻ പോവുകയാണ്. നിങ്ങൾ മനുഷ്യരായി ഒരുമയോടെ സ്നേഹിച്ചും നിങ്ങൾ കൊണ്ടും കൊടുത്തും സ്നേഹം നൽകിയും ഒരുമയോടുകൂടെ ജീവിച്ചു പോകേണ്ടവരാണ്. ഹബീബിന്റെ അയൽവാസി ജൂതനായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അയൽവാസി, ഹബീബിന്റെ അയൽവാസി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനായിരുന്നു. അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കഥ പറയുന്നുണ്ട്. എന്റെ വീട്ടിലേക്ക് ആടുമാംസം ലഭിച്ചപ്പോഴേ ഞാനത് വിതരണം ചെയ്യാൻ നിൽക്കുമ്പോൾ തങ്ങൾ എന്നോട് ചോദിച്ചു, ആയിഷ എന്ത് ചെയ്തു? പറഞ്ഞു, നബിയെ, ഞാൻ കൊടുത്തു തുടങ്ങുന്നേ ഉള്ളൂ. ആർക്ക് കൊടുത്തു തുടങ്ങണം? അവിടുന്ന് മറുപടി പറഞ്ഞത് ഹദീസുൽ ഇബ്ദ ബിജാരിനൽ യഹൂദി, നമ്മുടെ അയൽവാസിയായ ജൂതന് കൊടുത്തു തുടങ്ങിക്കോളൂ. അങ്ങനെ പരിസരങ്ങളിലേക്കൊക്കെ 40 വീടുകൾക്ക് നിങ്ങൾ നൽകിക്കോളൂ ആയിഷ എന്ന് ബീവിയോട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സ്നേഹം പുണ്യനബി തങ്ങളുടെ അയൽക്കാരൻ ലഭിച്ചു. അയാളുടെ മകൻ മരിക്കുമ്പോഴാണ് ഹബീബായ നബി തങ്ങൾ അരികത്തേക്ക് ചെന്നത്. തങ്ങൾക്ക് മനസ്സിലായി ആ ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. പക്ഷെ വാപ്പ ജൂതനായിരുന്നു, മകനും ജൂതനാണ്. പുണ്യനബി തങ്ങൾ അവസാന നേരം തങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇത് ലോകത്തോട് യാത്ര ചോദിക്കുന്ന നേരമാണ്. ഇനിയൊരു അവസരം ഈ ചെറുപ്പക്കാരൻ ലഭിക്കുകയില്ല. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിന് കിട്ടുന്ന അവസാനത്തെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞു, മോനെ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മോനെ നീ ഉച്ചരിച്ചേക്കണം. മകനിങ്ങനെ കണ്ണിലേക്ക് നോക്കി പിതാവ് പറഞ്ഞു, അബുൽ ഖാസിം, അബുൽ ഖാസിമായ പുണ്യനബി എന്താണോ മോനെ അങ്ങ് നിന്നോട് ചെയ്യാൻ പറഞ്ഞത് അത് മോനങ്ങ് ചെയ്തേക്ക് എന്ന് പിതാവിന്റെ സമ്മതവും കൂടെ കിട്ടിയപ്പോ ആ പൊന്നുമോൻ ഉച്ചരിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വചനം ചൊല്ലിയത് പരമാർത്ഥം. ഹബീബായ നബി തങ്ങൾ വീടിന്ന് പുറത്തിറങ്ങി ഏതാനും ചുവടുകൾ വെച്ച് നടന്നിട്ടേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ബഹളം കേൾക്കുന്നു, കരച്ചിൽ കേൾക്കുന്നു. ആ ചെറുപ്പക്കാരൻ ലോകത്തോട് യാത്ര ചോദിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാഹു ബീ. പിതാവിന്റെ മതം ജൂതമതമാണ്. എന്നാൽ പുണ്യ റസൂൽ തന്റെ മകന് വേണ്ടി വല്ലതും നിർദ്ദേശിക്കുമ്പോ അത് തള്ളിക്കളയാൻ മാത്രമുള്ള ധിക്കാരം ആ പിതാവിനുണ്ടായില്ല. പിതാവ് മകനോട് പറയുന്നത്, മകനെ, ഇത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് നബിയാണ്, നീ അംഗീകരിച്ചോളൂ, പറഞ്ഞതുപോലെ ചെയ്തോളൂ. നമുക്കറിയില്ല ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. ആ പിതാവിന് ഹിദായത്തിന് അവസരമുണ്ടായി കാണുമോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ തന്റെ മകനോട് അബുൽ ഖാസിം പറയുന്നത് അംഗീകരിച്ചോളൂ മോനെ, സമ്മതിക്കണം, നീ ചൊല്ലിക്കോളൂ എന്ന് ഒരു പേടിയുമില്ലാതെ തന്റെ മകനോടത് ഉച്ചരിക്കാൻ പറഞ്ഞ ഒരു പിതാവ് ഹബീബിന്റെ അയൽവാസിയായി ജീവിച്ചിരുന്നൊരു ജൂതനായിരുന്നു. നാം ആലോചിച്ച് നോക്കണം. അത്രമേൽ വലിയൊരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്,
സമാധാനത്തോടുകൂടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ആ ഒരു മാനവ തലത്തിലേക്ക് ഈ ലോകത്തെ മാറ്റിയെടുക്കാൻ പുണ്യനബിക്ക് സാധിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അനുയായികൾ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഓടി നടന്നവർ, പുണ്യനബി മദീനത്തേക്ക് വന്നപ്പോ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടപ്പോൾ എന്ന് പറയാം, ചരിത്രം അങ്ങനെയായിരുന്നു. അവിടുന്ന് 500 കിലോമീറ്റർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മദീനയിലെത്തിയപ്പോൾ മദീനക്കാരോട് ആദ്യമായി അഭിസംബോധനം ചെയ്യുന്ന വാക്കുകളിൽ അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണമേ, ഭക്ഷണം നൽകണമേ, അന്നദാനം ചെയ്യണമേ, സിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കണമേ, ജ്യേഷ്ഠനും അനുജനും പെങ്ങളും ഉപ്പയുടെയും ഉമ്മയുടെയും വഴിക്കുള്ള സർവ്വബന്ധങ്ങളും, അമ്മാവന്മാരും എളാപ്പ മൂത്താപ്പന്മാര്, നിങ്ങളുടെ വല്ലിപ്പമാര് വല്യമ്മമാര് അമ്മായിമാര്, നിങ്ങളുടെ സഹോദരിമാര്, നിങ്ങളുടെ സഹോദരങ്ങളുടെ മക്കള്, നിങ്ങളെല്ലാം ചോരബന്ധങ്ങളാണ്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ സ്നേഹം കൊണ്ട് ഊട്ടിയുറപ്പിക്കണമേ. എന്നിട്ട് പറഞ്ഞു സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം കിടന്നുറങ്ങുന്ന നേരം, പ്രഭാതത്തോടടുക്കുന്ന നേരം, സുബ്ഹി ബാങ്ക് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരൽപ്പനേരം മുമ്പ് എഴുന്നേറ്റ് നിങ്ങൾ 2 റക്അത്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കണമേ. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയും. ആദ്യത്തെ സാരോപദേശമാണിത്. അഫ്ശുസ്സലാം, അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കണമേ. സമാധാനം നേരണം. നിങ്ങളുടെ സഹോദരങ്ങളെ കാണുമ്പോഴേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, കരുണാവാരിധിയായ റബ്ബിന്റെ കരുണയും അല്ലാഹുവിന്റെ രക്ഷയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മദീനയിലാകെ സലാം പ്രചരിപ്പിക്കണമേ, സമാധാനം പ്രചരിപ്പിക്കണമേ. അത്ഉഇമുത്തുആം, ഭക്ഷണം നൽകണമേ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ ഒരു ഭാഗം കൂടിയാണത്, ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക. എന്തേ? പുണ്യനബി മദീനത്ത് വന്ന് ആദ്യം പറഞ്ഞ ഹദീസിൽ തങ്ങൾ പറഞ്ഞ നിർദ്ദേശമാണ് ഭക്ഷണം കൊടുക്കണം. അത് പറ്റുന്നവർ ചെയ്യട്ടെ. അന്നദാനം, നമ്മൾ റബീഉൽ അവ്വലാണെങ്കിലും അന്നദാനമുണ്ട്, ബദരീങ്ങളുടെ ആണ്ടാണെങ്കിൽ അന്നദാനം, നമ്മുടെ പള്ളിയുടെ ഒരു ഉദ്ഘാടന പരിപാടിയാണെങ്കിൽ അന്നദാനം, ഒരു വാർഷിക പരിപാടിയാണെങ്കിൽ അന്നദാനം. എന്തിന്? അത് അല്ലാഹുവിന് എത്രമേൽ ഇഷ്ടമാണ്. സ്നേഹം ഊട്ടിയുറപ്പിക്കുന്ന ഒരു വഴിയാണത്. അത്ഉഇമുത്തുആം, നിങ്ങൾ കഴിക്കുന്നവർ മാത്രമല്ല കഴിപ്പിക്കേണ്ടവരായി മാറുകയും ചെയ്യണം. അതാണ് അതിന്റെ ഒരു മറുവശം. ഇന്നൊരു പക്ഷേ നമ്മൾ ഈ പരിപാടിയുടെ അതിഥികളാണ്. നാളെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരു 5 പേർക്ക്, ഒരു മാസത്തിലൊരിക്കൽ, ഒരു വർഷത്തിലൊരിക്കൽ ഒരു 5 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ടെങ്കിൽ മനുഷ്യരക്ക് നിങ്ങൾ അന്നം കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ നമ്മുടെ ദീൻ, വിശുദ്ധ ഇസ്ലാം. അതിന് കൂലി കിട്ടും. അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, ജന്തുജാലങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, അവർക്കൊക്കെ തിന്നാൻ കൊടുത്താൽ ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ നബിയെ? തങ്ങൾ പറഞ്ഞു, ഫീ കുല്ലി ജീവനുള്ള കരളുള്ള ഏതെല്ലാം ജന്തുക്കൾക്ക്, ജീവികൾക്ക്, ജീവനുള്ളവകൾക്ക് നിങ്ങൾ നൽകിയാലും നിങ്ങൾക്ക് അല്ലാഹു അതിന് പ്രതിഫലം നൽകും എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിസാരികയായിരുന്ന, വ്യഭിചാരം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു പെണ്ണ് തന്റെ ഷൂ കയറുകൊണ്ട് കെട്ടിയിട്ട് കിണറ്റിലേക്ക് താഴ്ത്തി ആ ഷൂവിൽ വെള്ളം നിറച്ച് ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു അവൾക്ക് മാപ്പ് കൊടുത്തു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തെരുവിൽ കഴിയുന്ന സ്റ്റാൻഡേർഡ് പെറ്റ്സുകൾ ഉണ്ടാകും, ജന്തുക്കൾ ഉണ്ടാകും, പക്ഷികളുണ്ടാകും, ജീവജാലങ്ങൾ. അവകൾക്കൊക്കെ നിങ്ങൾക്ക് ഒരിറ്റ് വെള്ളമോ ഒരു റൊട്ടി കഷ്ണമോ ഒരൽപ്പം ചോറോ വറ്റോ കൊടുക്കാൻ കഴിഞ്ഞാൽ പോലും അതിനുപോലും അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ആടിന്റെ ഉടമയായ ഒരു മനുഷ്യൻ, നബിയേ, എന്റെ ആടിനെ എനിക്ക് അറുക്കാൻ വേദനയാണ്, ഇന്നി അർഹമുശ്ശാത അൻ അദ്ബഹഹാ,
നബിയേ, എനിക്ക് ആടുകളുണ്ട്, പക്ഷേ ആടിനെ അറുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എനിക്ക് എന്തോ അതൊരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്റെ മനസ്സ് പടക്കുന്നു നബിയെ, എനിക്ക് അറവ് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ ഇൻ തർഹംഹാ യർഹമുകല്ലാഹ്, ആടിനോട് നിങ്ങൾ കരുണ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, അറുക്കേണ്ടതില്ല. നിങ്ങൾ ആ ആടിനോട് കാണിക്കുന്നത് കരുണയാണെങ്കിൽ അതിന് പകരം അല്ലാഹു നിങ്ങളോടും കരുണ കാണിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്തുജാലങ്ങളോട് ഒരു ഒട്ടകത്തെയോ മറ്റോ അറുത്തിട്ട് അറിവ് പകുതിയായിരിക്കെ കത്തി മൂർച്ച കൂട്ടാൻ പോയ ഒരാളോട് തങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു പോയി, നിങ്ങൾ ആ മൃഗത്തെ 2 തവണ കൊല്ലുകയാണോ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് അതിന് അറിവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൂർച്ച കൂട്ടി ഉറപ്പുവരുത്തിയതിനു ശേഷമല്ലേ ചെയ്യാൻ പാടുള്ളൂ. മിണ്ടാ പ്രാണികളോട് ഇങ്ങനെ നിങ്ങൾ ക്രൂരത കാണിക്കുകയാണോ എന്ന് പോലും പുണ്യനബി ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാറ്റിലും മൃദുലതയും എല്ലാറ്റിലും നൈർമല്യവും കാണിക്കേണ്ടവരാണ്. നിങ്ങൾ അങ്ങനെ ഒരു ബുച്ചറി ചെയ്യുന്ന ആളാണെങ്കിൽ, ഒരു ബുച്ചറാണെങ്കിൽ, നിങ്ങൾ അറുക്കുന്ന അറവ് മൃഗത്തോട് പോലും അതിന് വേദന തോന്നാത്ത വിധം പെട്ടെന്ന് നിങ്ങൾ ആ കർമ്മം നിർവഹിക്കണമെന്നും അതിന് നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത്. അത് അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ച മാംസമാണെങ്കിൽ പോലും ആ ജീവിയോട് കരുണ കാണിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവിന്റെ കുഞ്ഞുങ്ങളെ, പ്രാവിന്റെ 2 കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന സ്വഹാബിമാരെയാണ് മാർച്ച് ചെയ്ത് കടന്നു പോകുന്ന ഹബീബിന്റെ യാത്രാ സംഘത്തെ പുണ്യനബി തങ്ങൾ തടഞ്ഞു നിർത്തിയത്. അവിടുന്ന് പറഞ്ഞു, ജാഅത് ഇലൈഹി ഹമാമത്തുൻ മുഷ്താഖതൻ. പുണ്യനബി തങ്ങളുടെ മുമ്പിലേക്കാണ് ഒരു പ്രാവ് ഓടി വന്ന് പറന്നു വന്ന് തങ്ങളോട് പരാതി പറഞ്ഞത്. തന്റെ 2 കുഞ്ഞുങ്ങളെ അങ്ങയുടെ അനുയായികളിന്റെ കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്ന്. പുണ്യനബി ചോദിച്ചല്ലോ, ആരാണ്? മൻ ഫജഅ ഹാദിഹി ബിഫർഖൈഹാ. 100 കണക്കിന് ആളുകൾ പോകുന്ന സൈന്യം നിങ്ങൾ സങ്കല്പിക്കുക. മരുഭൂമിയിലൂടെ മലകൾക്കിടകളിലൂടെ കടന്നു പോകുന്ന സൈന്യത്തെ അവിടെ നിർത്തിയിട്ടാണ് ഹബീബിന്റെ ആഹ്വാനം, നിൽക്കണേ. 2 മനുഷ്യ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല ഈ പറയുന്നത്, 2 പ്രാവിന്റെ കുഞ്ഞുങ്ങൾ. അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് കൊടുക്കുന്ന മഹത്വം എത്രയാണ്? 2 പ്രാവിന്റെ കുഞ്ഞുങ്ങളെ ആരാണ് വേദനിപ്പിച്ചത്? ഈ പ്രാവിനോട് പരാതി പറയുന്നു എന്ന്. ഇതിന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി വെക്കണം എന്ന് അവിടുത്തെ അനുയായികളോട് ആഹ്വാനം ചെയ്ത കമാൻഡറാണ് ലോകത്തിന്റെ ഗുരു, നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഹബീബിന്റെ ജീവിതം ഇങ്ങനെയാണ്. അവിടുന്ന് പഠിപ്പിച്ച കരുണയാണിത്. ആ കരുണയിൽ നിന്നാണ് സ്വഹാബിമാർ പഠിച്ചത്. അവിടെ നിന്നാണ് താബിഈങ്ങൾ പഠിച്ചത്. അങ്ങനെയാണ് യസീദ് ഇബ്നുൽ മുഹല്ലബ് മുതലാളിയാണ്, പ്രമാണിയാണ്. അദ്ദേഹം ഹജ്ജിന് വന്നിരിക്കുന്നു. ഹജ്ജിന് വന്നപ്പോ ഹജ്ജ് കർമ്മം കഴിഞ്ഞാൽ തലമുണ്ഡനം ചെയ്യുന്ന സുന്നത്തെടുക്കുമ്പോ, തലമുണ്ഡനം ചെയ്ത് തഹല്ലുലാകുമ്പോ തല മുടി മുറിച്ചാൽ മതി. മുണ്ഡനം ചെയ്യുന്നത് ഏറ്റവും പ്രതിഫലമുള്ള കർമ്മമാണ്. അങ്ങനെ മഹാനായ യസീദ് ഇബ്നുൽ മുഹല്ലബ് റഹ്മഹുല്ലാഹ് തന്റെ മുടിയെടുത്തപ്പോൾ ആ പണി ചെയ്ത ബാർബർക്ക് 1000 സ്വർണ്ണ നാണയം കയ്യിൽ ഒരു കിഴി വെച്ചു കൊടുത്തു. 1000 സ്വർണ്ണ നാണയം. ഇത് കിട്ടിയപ്പോ ആ ബാർബർ പണി ചെയ്ത സഹോദരന്, അദ്ദേഹത്തിന് അത്ഭുതം കൊണ്ട്, സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞില്ല. 1000 ഒരു ദീനാറ് പോലും തലമുണ്ഡനം ചെയ്യുന്ന ഒരു നേരത്തെ പണിക്ക് കിട്ടാറില്ല. സ്വർണ്ണ നാണയമാണ് ദീനാർ. 1000 സ്വർണ്ണ നാണയം ഇയാളുടെ കയ്യിൽ കിട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞു, ഒന്ന് നിൽക്കണേ, എന്റെ ഈ സന്തോഷം എന്റെ ഉമ്മയോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ എന്റെ ഉമ്മയോട് ഈ സന്തോഷമെന്ന് പറയട്ടെ. സ്വന്തം ഉമ്മയോട് പറയാൻ അദ്ദേഹം ഓടാനിരിക്കുമ്പോ യസീദ് ഇബ്നുൽ മുഹല്ലബ് എന്നവരെ തന്റെ ഖാദിമിനോട് പറഞ്ഞു, കൊടുക്കിൻ വേറെയും 1000 ദിർഹം വേറെയും കിട്ടി. ഉമ്മയോട് സന്തോഷം പറയാൻ പോകുന്നു എന്ന് കേട്ടപ്പോ, ഇത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങൾ എനിക്ക് ഇത്രമാത്രം
ഇതൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ടോ? ഇത്രയും കാശ് എന്റെ കയ്യിൽ വന്ന സ്ഥിതിക്ക് ഇനി ഞാൻ ബാർബർ പണി എടുക്കുന്നില്ല, ഞാൻ നിർത്തിവെച്ചു. എനിക്ക് ജീവിക്കാനുള്ളതെല്ലാം ഇതിൽ നിങ്ങൾ തന്നു കഴിഞ്ഞു. ഇനി ഞാൻ ഈ ജോലിക്കെടുക്കുന്നില്ല. ബാക്കി സമയം ഞാൻ അള്ളാഹുവിന്റെ ഇബാദത്തിന് സമയം കണ്ടെത്തുകയാണ്. ഇത് പറഞ്ഞപ്പോ കൊടുത്തു. വേറെയും 1000. അങ്ങനെ 3000 സ്വർണ്ണ നാണയങ്ങൾ കയ്യിൽ കിട്ടിയ, മക്കയിൽ തലമുണ്ഡനം ചെയ്യാൻ നിന്നിരുന്ന ഒരു ബാർബർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം യസീദ് ബിൻ മുഹല്ലബ് എന്നവരുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. ഇതിന്റെയൊക്കെ ആധാരശില എവിടെയാണെന്നറിയുമോ? ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ഹബീബായ തങ്ങളോട്, നബിയെ എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചപ്പോൾ ഹുനൈനിന്റെ 2 മലകൾക്കിടയിൽ അവിടെ നിർത്തിയിരുന്ന, അവിടെ മേയാൻ വിട്ടിരുന്ന ആട്ടിൻകൂട്ടങ്ങളെ കാട്ടിക്കൊടുത്തിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആ 2 മലകൾക്കിടയിൽ മേഞ്ഞു നടക്കുന്ന ആടുകൾ മുഴുവനും നീ കൊണ്ടുപോയിക്കോ എന്ന് ഒരു പരിചയവുമില്ലാതിരുന്ന ഒരു പാവം മനുഷ്യനോട് പുണ്യനബി തങ്ങൾ ഹുനൈനിൽ വെച്ച് പറഞ്ഞപ്പോഴാണ് ആ ആട്ടിൻ പറ്റത്തെ മുഴുവൻ തെളിച്ചു കൊണ്ടുപോയി തന്റെ നാട്ടുകാരോട് പോയി പറഞ്ഞത്, ജനങ്ങളെ, ആരാണ് മുഹമ്മദ് മുസ്തഫ എന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ. ദാരിദ്ര്യം പേടിക്കാതെ കൊടുക്കുന്ന, ദാനം ചെയ്യുന്ന, പൈസ കൊടുത്താൽ തീരുമോ എന്ന് ചിന്തിക്കുന്ന ആളല്ല. ദാനം ചെയ്താൽ അല്ലാഹു പകരം തരും. ദാനം ചെയ്യലാണ് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് ഇന്നത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിസർച്ചിന്റെ ഫലമാണ്. മനുഷ്യൻ ദാനം ചെയ്താൽ സന്തോഷം ലഭിക്കുമത്രേ. എന്നാൽ നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചത് ആരാ? ലോകത്തിന്റെ ഗുരു. 2 മലകൾക്കിടയിൽ ആട്ടിൻപറ്റങ്ങളെ കൊണ്ടുപോയിക്കോളൂ, അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോഴാണ് ജനങ്ങളെ, ഓടിക്കോളൂ, മക്കത്തേക്ക് പോയിക്കോളൂ. فإن محمدا يعطي عطاء من لا يخشى الفقر. ദാരിദ്ര്യം പേടിക്കാതെ കൊടുക്കുന്നവരാണ് മുഹമ്മദ് നബി. അതുകൊണ്ട് പോയിക്കോളൂ, അവിടെ നിന്ന് പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് ഹബീബിനെ കുറിച്ച് മേന്മ പറഞ്ഞ എത്ര ആളുകൾ. അവിടെ നിന്നുണ്ടായിരുന്നത് മുഴുവനും കൊടുത്തവരാണ്. തങ്ങൾ സമ്പാദിച്ചിട്ടില്ല ജീവിതത്തിൽ, തങ്ങളെല്ലാം നൽകുകയാണ്, കൊടുക്കുകയാണ്, ദാനമായിരുന്നു. കർരീഹിൽ മുർസല. റമളാനായാൽ ഹീന യുദാരിസുഹു ജിബ്രീൽ അലൈഹിസ്സലാം. റമളാൻ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അതുവരെ ഇറങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ഹബീബിന്റെ കൂടെ ഓരോ ആവർത്തി ഓതിക്കൊണ്ടിരിക്കാൻ, തങ്ങളുടെ കൂടെ മുദാറസ ചെയ്യാൻ വരുന്ന സമയം ഹബീബായ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നവരായിരുന്നു അത്രേ. കർരീഹിൽ മുർസല. അടിച്ചു വീശുന്ന കാറ്റ് പോലെ. കാറ്റടിക്കുമ്പോ കുട്ടികൾക്കും വലിയവർക്കും, ആരൊക്കെ പുറത്തുണ്ടോ, ആരൊക്കെ അത് അനുഭവിക്കുന്നുണ്ടോ, അവർക്കെല്ലാം കുളിർമ ലഭിക്കുന്ന പോലെ മുമ്പിലുള്ള മുഴുവൻ ആളുകൾക്കും വാരിക്കോരി കൊടുത്തിരുന്ന ലോകത്തിന്റെ ഗുരുവാണ് നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടുപഠിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് അതാ വരുന്നു ഒരാൾ. യാ അമീറൽ മുഅ്മിനീന ജുസീതൽ ജന്ന ഉക്സു ബനാതി വഉമ്മഹുന്ന വകുല്ലനാ മിനസ് സമാനി ജുന്ന അഖ്സംതു ബില്ലാഹി ലതഫ്അലന്ന. പുണ്യനബിയുടെ കാലം കഴിഞ്ഞ് ഖിലാഫത്തിന്റെ ഭാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയും 2 വർഷം കഴിഞ്ഞ് അടുത്ത ഒരു 10 വർഷത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത നേരം, യാ അമീറൽ മുഅ്മിനീന ജുസീതൽ ജന്ന. വിശ്വാസികളുടെ നേതാവായവരെ, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകട്ടെ എന്നൊരു കവിതയായി ചൊല്ലുകയാണ്. അമീറുൽ മുഅ്മിനീനെ, ഭരണാധികാരിയെ,
എന്റെ പെൺമക്കൾക്ക് വസ്ത്രമില്ല, അവരുടെ ഉമ്മക്കും. അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്കും എന്റെ പെൺമക്കൾക്കും, അവരെ എനിക്കുള്ളൂ, ആൺമക്കളില്ല, എന്റെ പെൺകുട്ടികൾക്കും അവരുടെ ഉമ്മക്കും അമീറുൽ മുഅ്മിനീൻ വസ്ത്രമായി എന്തെങ്കിലും എനിക്ക് നൽകണം. വകുല്ലനാ മിനസ്സമാനി ജുന്നാ, ഞങ്ങൾക്ക് നാണം മറക്കാൻ, ഞങ്ങൾക്ക് അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ സഹായകമാകണമേ. അഖ്സംതു ബില്ലാഹി ലതഫ്അലന്നാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തമാശ കൊണ്ട് ചോദിച്ചു, ഞാനത് ചെയ്തില്ലെങ്കിലോ, ഞാനത് ചെയ്തില്ലെങ്കിലോ എന്ത് സംഭവിക്കും? പറഞ്ഞു, നിങ്ങൾ തരില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും. നിങ്ങൾ പോയാൽ എന്ത് സംഭവിക്കും? അദ്ദേഹം പറഞ്ഞു, ഇദൻ അബാ ഹഫ്സിൻ ലതുസ്അലന്ന യൗമ തകൂനുൽ ഉഅതയാതു ജന്ന വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്ന ഇമ്മാ ഇലാ നാരിൻ വഇമ്മാ ജന്ന. ഞാനങ്ങ് പോകും, എന്നാൽ ഉമറേ, നിങ്ങളോട് അല്ലാഹു ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഭരണാധികാരിയായിരുന്നില്ലേ? ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരായിരുന്നില്ലേ? ലതുസ്അലന്ന, ഉമറേ, നിങ്ങളോട് ചോദിക്കപ്പെടും. യൗമാ തകൂനുൽ ഉഅതയാതുൽ ജന്ന, അന്ന് അല്ലാഹു നൽകുന്ന റബ്ബിന്റെ ദാനങ്ങൾ എന്ന് പറയുന്നത് സ്വർഗമാണ് എന്ന് കിട്ടാൻ പോകുന്നത്. വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്ന ഇമ്മാ ഇലൻ നാരി വഇമ്മൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. ഈ രണ്ട് പ്രതിഫലത്തിന്റെ, ഒരു ശിക്ഷയുടെയും പ്രതിഫലത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് അല്ലാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ, ഉമറേ, നിങ്ങളോട് ഞങ്ങൾ ചോദിച്ച ഈ ഒരു അപേക്ഷക്ക് നിങ്ങൾ മുഖം തിരിഞ്ഞതിന് അല്ലാഹുവിനോട് നാളെ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ കരഞ്ഞുപോയത്. ഉമർ റളിയല്ലാഹു അൻഹു തമാശക്ക് ചോദിച്ചതായിരുന്നു അത്. പക്ഷേ മറുപടി വന്നത്, ഞങ്ങൾ അവിടെ വെച്ച് കാണാം. സത്യവിശ്വാസികൾക്ക് അത്രേ പറയാനുള്ളൂ. ഇവിടെ വഞ്ചിക്കുന്നവരുണ്ട്. ഈ ലോകം അങ്ങനെയാണ്. വഞ്ചന നടത്തുന്നവരുണ്ട്. പച്ചക്കള്ളം ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി നമ്മുടെ സ്വത്ത് അപഹരിക്കുന്നവരുണ്ടാകാം, നമ്മുടെ അവകാശം ഹനിക്കുന്നവരുണ്ടാകാം, നമുക്ക് ഹക്കായത് ലഭിക്കാതെ പോകാൻ അവസരമുണ്ടാക്കുന്നവരുണ്ടാകാം, നമ്മുടെ ന്യായം അന്യായമാണെന്ന് വാദിക്കാൻ ആളുകളുണ്ട് ഇവിടെ. എന്നാൽ ഇതെല്ലാം പൊളിച്ചെഴുതപ്പെടുന്ന, സത്യം മാത്രം വിജയിക്കുന്ന ഒരു കോടതിയുണ്ട്. ആ കോടതിയിലെ ജഡ്ജിമാർ, അവിടെ ജഡ്ജിമാർ എന്ന് പറയാനില്ല, ഒരു ജഡ്ജേ ഉള്ളൂ, അത് അല്ലാഹുവാണ്. ഹുവൽ ഹകമുൽ അദിൽ, പരമമായ നീതി മാത്രം, നീതിമാനായ, നീതിഭദ്രമായി മാത്രം കാര്യങ്ങൾ വിധിക്കുന്ന അല്ലാഹുവിന്റെ കോടതിയിൽ അവിടെ വെച്ച് കാണാമെന്ന് മാത്രമേ ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയൂ. ഇവിടെ നിന്ന് നടക്കില്ലെങ്കിൽ കോടതിയെ സമീപിക്കാം, പക്ഷേ നീതി ലഭിച്ചില്ലെങ്കിലോ? നീതി ലഭിക്കുന്ന ഒരു ഇടമുണ്ട് അവിടെ. ഒരു കൊലയാളിക്കും ഒരാൾക്കും ഒരു വഞ്ചകനും അവിടെ രക്ഷപ്പെടുക സാധ്യമല്ല. ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതുണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ മനുഷ്യൻ കർമ്മങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖമീസ് അഴിച്ചു കൊടുത്തിട്ട് മഹാനവരുടെ കണ്ണിന്റെ കണ്ണുനീർ താടിരോമത്തിലൂടെ ഉറ്റി വീഴുകയായിരുന്നു. എന്നിട്ട് മഹാനവറുകൾ ആ ചോദിച്ച പിതാവിന്റെ കൈകളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു അത് ഏൽപ്പിച്ചു കൊടുക്കുന്നു. തന്റെ ഖമീസ്, തന്റെ കുപ്പായം അത് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, നിങ്ങൾക്ക് ഞാൻ തരാം. കാരണം അല്ലാഹുവിന്റെ കോടതിയെ സംബന്ധിച്ച് പറയുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കിടുകിടാ വിറച്ചു പോവുകയാണ്.
ഒരു മുഅ്മിനിന്റെ സ്വഭാവം അതാണ്. ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു زادتهم إيمانا وعلى ربهم يتوكلون إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് ആരാ? വെറുതെ നടക്കുന്നവരാണോ? അവകാശം പറയുന്നവരാണോ? ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, ഖാലല്ലാഹു അസ്സ വജൽ എന്ന് കേട്ടാൽ, ഖാലല്ലാഹ് അല്ലാഹുവിന്റെ വചനമാണ്, ഖുർആനാണ് എന്ന് കേട്ടാൽ, പുണ്യനിബിതങ്ങളാണ് ഈ പറയുന്നത് എന്ന് കേട്ടാൽ, വജിലത് ഖുലൂബുഹും അവരുടെ ഹൃദയം പേടിച്ചു പോകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ സാദതുഹും ഈമാനാ, ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണത്. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണത്. അല്ലാഹുവിനെ പറയപ്പെടുമ്പോൾ കണ്ണുകൾ നനയുന്നവരാണത്രേ വിശ്വാസികൾ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ ഓതപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവരാണ് വിശ്വാസികൾ. ആ വിശ്വാസികളുടെ നേതാവാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വസായിറു സ്വഹാബത്തി റസൂലില്ലാഹി അജ്മഈൻ. ഉമറേ ഇദൻ അബാ ഹഫ്സിൻ ലതുസ്അലന്ന യൗമ തകൂനുൽ ഉഅതയാതുൽ ജന്ന വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്ന ഇമ്മാ ഇലൻ നാരി വഇമ്മൽ ജന്ന. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ പെൺമക്കൾക്കും എന്റെ ഭാര്യയ്ക്കും ഒന്നും കൊടുക്കാൻ ചോദിച്ചപ്പോൾ തന്നില്ലല്ലോ ഉമറേ എന്ന് ഞങ്ങൾ പരാതി പറയും. ഇതല്ലാതെ ഞാൻ എന്തു ചെയ്യാനെന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ണുകൾ നനഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് തന്റെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് ഖമീസ് ഊരിക്കൊടുത്ത ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ദാനശീലം